ആ ഗിരീഷേ, എടാ ഞാൻ ഇച്ചിരി തിരക്കില്ല. അമ്മയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ട്. ആ ഗുളിക മേടിച്ചോണ്ട് പോവാ. ആക്സിഡൻറ്റാ ചന്തമുക്കിൽ? ആരെങ്കിലും ചത്തോടാ? ഇല്ലേ? ആ SP ഹോസ്പിറ്റല് എനിക്കറിയാം. റൂം എത്ര? 356. 56 അല്ലേ? ആ ഓക്കെ. അമ്മയുടെ മരുന്ന്. അമ്മ ഇച്ചിരി ശ്വാസം മുട്ടട്ടെ. ഈ കോള് വല്ലപ്പോഴൊക്കെ അല്ലേ കിട്ടും. കുറച്ചുകൂടി കുടിച്ചോ? ആരാ നോക്കിയേ? ഈ റൂമിൽ കിടന്നിരുന്ന നമ്പ്യാരേട്ടൻ. അയ്യോ 356 തന്നെയാണല്ലോ. നമ്പ്യാരേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഒരു കാര്യം ചെയ്യോ, അളിയനോട് ചോദിച്ചു നോക്കൂ. അളിയനോ? അല്ല, ഞാൻ പെങ്ങളാവുമ്പോ എന്റെ ഭർത്താവ് അളിയനാവുമല്ലോ. അതെ, എൻ്റെ വൈഫിൻ്റെ ഒരു അകന്ന ബന്ധു നമ്പ്യാരേട്ടൻ ഇവിടെ കിടന്നിരുന്നു. അപ്പോൾ വൈഫ് പറഞ്ഞു ഒന്ന് വന്ന് കാണണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ വന്നത്. അയ്യോ, നമ്പ്യാരേട്ടൻ എന്തായാലും ഇപ്പൊ ഇവിടെ ഇല്ല. ഇതിപ്പം ശീലവൻ എന്റെ ഭർത്താവാ. എന്നാലും നമ്പ്യാരേട്ടൻ പോയിട്ടുണ്ടാവും, ഡിസ്ചാർജ് ചെയ്തേ. ഞാൻ 100 തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഓടി ഇങ്ങോട്ട് വന്നതേ. പിന്നെ അതുമല്ല ആപ്പിളും മേടിച്ചോണ്ടാ വന്നതേ. വീട്ടിൽ കൊടുക്കാമല്ലോ. ഇവിടത്തേക്ക് വേണ്ടി വാങ്ങിച്ചോണ്ടത് ഇവിടെ തന്നെ കൊടുക്കണതാണ് നല്ലത്. അത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് പെങ്ങളെ അങ്ങോട്ട് പിടിച്ചു. ഞങ്ങൾ ഒന്നാമത്തെ ഇതൊന്നും കഴിക്കാൻ വല്ല ചക്കയും മാങ്ങയൊക്കെ കഴിക്കുള്ളൂ, ഇതൊന്നും കഴിക്കില്ല. കൂട്ടത്തിലൊരു ആപ്പിൾ കഴിക്കണം. അങ്ങോട്ട് കൊടുത്തോളൂ, അത് വേണ്ട. ഇതിപ്പോ എന്താ സംഭവിച്ചേ? സംഭവിച്ചൊന്നും പറയാതിരിക്കാ ഭേദം. പറയാതിരിക്കണ്ട, എനിക്ക് സമയക്കുറവൊന്നുമില്ല, പറഞ്ഞോളൂ കേൾക്കാം. 24 മണിക്കൂർ മുറുക്കാണ്. മുറുക്ക് തന്നെ മുറുക്ക്. ഓരോരോ ശീലങ്ങളല്ലേ. മുറുക്കാൻ തുറന്നപ്പോ വള്ളി ചേച്ചിയുടെ കടയിൽ പോയി മുറുക്കാൻ മേടിക്കാൻ പോയതാ. മുറുക്കാൻ ചോദിച്ചപ്പോ വള്ളി ചേച്ചി എന്തോ ചെയ്ത്? അയ്യോ, വള്ളി ചേച്ചി ഒന്നും ചെയ്തതല്ല. റോഡ് ക്രോസ് ചെയ്യുമ്പോ നോക്കി ക്രോസ് ചെയ്യണ്ടേ. അങ്ങനെ റോഡ് ക്രോസ് ചെയ്തപ്പോ ബൈക്ക് ഒന്ന് ഇടിച്ചു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല, ഇപ്പൊ റോഡിൽ പോണ വണ്ടിയല്ലേ ബൈക്ക് അല്ലെങ്കിൽ കാറ്, ഏതെങ്കിലും ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞതാണ്. ചേട്ടൻ എന്താ ജോലി? ഞാനൊരു LP സ്കൂൾ വാദ്യാരാ. ഈ വണ്ടി തട്ടിയതിന് നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഒരു പാവം പിടിച്ച പയ്യൻ ഒന്നും പേടിക്കാം. അപ്പൊ അവൻ ഇത് കഴിഞ്ഞപ്പോ ഒരു 12,000 രൂപ തന്നു. കേസിനൊന്നും പോവില്ലാന്ന് പറഞ്ഞപ്പോഴാണ് 2,000 രൂപ കൊടുത്തത്. എന്താണ് മാഷേ ഇത്? 2,000 രൂപയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം 2,000 രൂപ. എല്ലാവരോടും ഇങ്ങനെ പാവം തോന്നല. ഇനിയിപ്പോ മാഷിനെ ഇവിടെ അഡ്മിറ്റ് ആക്കി ഒരു 10-16 ദിവസം കിടത്തും, എന്നിട്ടൊരു നല്ല ബില്ലും തരും. ഇതെങ്ങനെ അടയ്ക്കും? എനിക്കറിയില്ല, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നറിയോ. എന്തായാലും നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടു, അടുത്തു. ആ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ ലക്ഷങ്ങളൊക്കെ എന്തിനാ വേണ്ടെന്ന് വെക്കണേ? ആ, ഈ അപകടത്തിലെ മാഷിന് എന്തൊക്കെ പറ്റി? പറ്റാഞ്ഞി എന്താ, കൈ ഒടിഞ്ഞു, നെറ്റ് പൊട്ടി, വായന വല്ലൊക്കെ ഇളകി. എന്താ പറ്റാൻ? അതുപോലെ ഈ കാലിന് പൊട്ടലുണ്ടോ? കാലിനൊന്നും പറ്റിയില്ല. പോയില്ലേ 1,01,000. കാലിനും കൂടെ പൊട്ടലുണ്ടായിരുന്നെങ്കിൽ 1,00,000 രൂപയുടെ മാറി കിട്ടിയനെ. നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താ ഉദ്ദേശിച്ചത്? ഇനി എത്ര കൊല്ലം കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം വഹിച്ച് മുന്നോട്ട് പോകേണ്ട ആൾ ഈ അവസ്ഥയിലായിട്ട് കേസ് കൊടുക്കാതിരുന്ന എങ്ങനെ ശരിയാവും പെങ്ങളെ? കേസൊന്നും കൊടുക്കണ്ട, അതൊന്നൊക്കെ വലിയ പ്രശ്നമാണത്. അത് എന്തിനാണ് കേസൊക്കെ കൊടുക്കണം? ഒന്നാമത്തെ ആ പയ്യന്റെ വണ്ടിക്ക് എന്താ ഇൻഷുറൻസ് ഇല്ലാന്ന് എന്തൊക്കെ പറഞ്ഞു. ഇൻഷുറൻസ് ഇല്ല? അങ്ങനെയാണെങ്കിൽ കേസ് കുറെ കൂടെ ബലക്കും. ആണോ? എന്നാ എവിടെയാന്ന് വെച്ചാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. എന്താ എവിടെയാ കൊടുക്കണേ? MACT. അതായത് മോട്ടോർ ആക്സിഡന്റ് ക്ലൈം ട്രൈബ്യൂണൽ. ഈ ആക്സിഡന്റ് കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കുന്ന ഒരു പ്രത്യേക കോടതിയാണ്. അവിടെ നമുക്കൊരു കേസ് ഉടനെ കൊടുക്കണം. എന്താ ശ്യാമളെ പറഞ്ഞ? ആ പയ്യനോട് നമ്മളൊരു വാക്ക് പറഞ്ഞതല്ലേ? എന്റെ മാഷ് ഒരു വാക്കല്ലേ കൊടുത്തുള്ളൂ. ഇവിടെ ഇപ്പൊ കൈവിട്ട് പോകാൻ പോകുന്ന ലക്ഷങ്ങളാ. ഇതാണ് നാട്ടുകാരോട് എല്ലാവരുടെ സഹതാപമുണ്ട്, എന്നോടില്ല. പിന്നെ മാഷ് വിചാരിക്കും പോലെ ഇതിന് ഒരുപാട് കാശൊന്നും ചെലവാകത്തില്ല. വെറും 5,000 രൂപ വക്കീലിന് കൊടുത്താൽ മതി, ബാക്കി കേസെല്ലാം മുന്നോട്ട് പൊക്കോളും. ഇതിപ്പോ ഏത് വക്കീലിനെ കൊണ്ട് വാദിപ്പിക്കും? ഈ MACT കേസുകൾ വാദിക്കാൻ പറ്റിയൊരു വക്കീൽ എന്റെ കയ്യിലുണ്ട്, സത്യശീലം വക്കീൽ. ആള് മിടുക്കനാണ്. അയ്യോ, ഈ കേസൊക്കെ സാറിന് പുല്ല. എവിടെ പണി? വക്കീൽ ഓഫീസില് ഗുമ്മസ്തൻ. 3 മാസമായി ശമ്പളം കിട്ടിയിട്ട്. ചേട്ടൻ പറയണ കേട്ടോ, തോന്നുന്നു എനിക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കാന്ന്. എനിക്ക് 4 മാസമായി ശമ്പളം കിട്ടിയിട്ട്. ജൂനിയർ വക്കീലല്ലേ, അങ്ങനെ തന്നെ വക്കീലമ്മാന്റെ ആട്ടും തൊഴിയൊക്കെ കേൾക്കേണ്ടി വരും. ചേട്ടാ, ഞാൻ ഈ പണി നിർത്തി വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ പോവാ. ഇങ്ങനെ ഒരാളുടെ അടുത്ത് തന്നെ വന്ന് പെട്ടില്ലേ? ശമ്പളം ചോദിക്കുമ്പോ അയാളുടെ എന്തോ ഒരു ഭാവം. ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ ചെയ്യണം.
വേറെ എത്രയോ നല്ല വക്കീലന്മാരുണ്ടായിരുന്നു. അവരുടെ ആരുടെ അടുത്തെങ്കിലും പോയാൽ മതിയായിരുന്നു. സാറ്. ഫിസിക്കലിന്റെ അടുത്ത് തന്നെ വന്ന് പെട്ടെന്ന് എന്ത് സാറ്, ചെയ്യുന്നു? സാറ്. ആ, അയാളെ പറ്റി തന്നെ പറയണേ. സാറ് വന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. കൊച്ചിങ് വാ, ഇങ്ങ് വാ. എന്താ സാർ? എന്താ ഇത്? എന്താ? എവിടെ? ഇത് എന്തൊക്കെയാണെന്ന്? ഇത് മേശ, കസേര, ഫയല്, ഫോണ്, അഡ്വക്കേറ്റ് സത്യശീലൻ. Stop it! വളരെ മാന്യമായി നടന്നു പോകുന്ന ഒരു ഓഫീസാണിത്. ഒരു ഓഫീസിൽ കിടക്കുന്ന കോലമാണോ ഇത്? രാവിലെ കുളിച്ചൊരുക്കി പുറപ്പെട്ടിങ്ങ് വന്നോണ്ട് കാര്യമില്ല. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ആദ്യം അതാണ് പഠിക്കേണ്ടത്. ഞാൻ ഇതൊക്കെ അടുക്കി വെച്ചതാ. ഇങ്ങനെയാണോ അടുക്കി വെക്കുന്നത്? ആ പോ, ഞാൻ തന്നെ അടുക്കി വെച്ചോളാം. അല്ലെങ്കിൽ ഞാനല്ലേ ചെയ്യാറ്. ഓ, അത് പറഞ്ഞപ്പോഴേ അങ്ങ് പോയി. ഇങ്ങ് വാ. മാസാമാസം ശമ്പളം വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. അടിക്ക് പെറുക്കി വെക്കങ്ങോട്ട്. ആ, അങ്ങനെയുണ്ടോ? സാറിന്റെ ഈ പുറത്ത് നിൽക്കുന്ന കക്ഷികളെ ഇങ്ങോട്ട് വിളിക്കുവോ? എന്താ കൊച്ചേ ഇത്? ഇങ്ങനെയാണ് കക്ഷികളെ വിളിക്കുന്നത്? പുറത്ത് പോയിട്ട് അവരെ വിളിച്ചോണ്ട് വാന്ന്. ചെന്ന് വിളിക്കുമണ്ടു. ഗുമസ്തന്റെ പണി എടുത്താ മതി. എന്നാ ഞാൻ പോയി വിളിക്കാം സാർ. ആദ്യം അനുസരിക്കാൻ പഠിക്കണം, അല്ലാടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണിയാണോ? എന്തൊക്കെ ഉണ്ട് ഉണ്ണി? സ്വന്തനല്ലേ? സുഖത്തിന്റെ കാര്യത്തിൽ അടക്കിട്ട് സാറേ. ആ, കോടതി വിധിച്ച 20,000 ഉറുപ്പ്യ പിഴ അടക്കാൻ വന്നതാ. അടക്കാം. സാറിന് വക്കാലത്ത് കൊടുക്കുമ്പോഴേ എനിക്കറിയായിരുന്നു പിഴ അടക്കേണ്ടി വരുന്നു. എന്താ അങ്ങനെ പറയണത്? സാറ് ശക്തമായി വാദിച്ചോണ്ടല്ലേ 20,000 ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ 2 ലക്ഷം ഉറുപ്പ്യ അടക്കേണ്ടി വന്നേനെ. ആ, അതെ അതെ. എതിർഭാഗം വക്കീൽ എന്നെ കൂട്ടിലിട്ട് കുടയുമ്പോ സാർ ഇരുന്ന് ഉറങ്ങുന്നു. അത് ഉറങ്ങിയതല്ല, ഈ കേസിന്റെ ലോ പോയിന്റ് സാർ കണ്ണടച്ചിരുന്ന് ആലോചിക്കില്ലേ? അതെ, കേസ് ഇല്ലാത്തപ്പോഴേ സാറ് ഇവിടെ ഇരുന്ന് ആലോചിക്കും. മറിമായം